പതിവ് പോലെ തന്നെ ഇന്ന് നല്ല ഗംഭീര മഴയായിരുന്നു. ഒരു ഉറക്കച്ചടവോട് കൂടിയിട്ടാണ് എഴുന്നേറ്റ് വന്നത്. അപ്പോൾ എഴുന്നേറ്റ പാടെ തന്നെ പാലൊക്കെ കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇന്നലെ കുറച്ച് മധുരക്കിഴങ്ങ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി ആവിയിലൊന്ന് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. തലേന്ന് രാത്രി തന്നെ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. രാവിലത്തെ പണി എളുപ്പമായിട്ടോ. അപ്പോൾ വേഗം തന്നെ കുറച്ച് പുട്ടിനുള്ള പൊടിയൊക്കെ നനച്ച് തേങ്ങയും തിരുമ്മിയും പുട്ടൊക്കെ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ആവിയിൽ പുഴുങ്ങി എടുത്തിട്ടുള്ള മധുരക്കിഴങ്ങ് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് പറയുന്നത് കടലക്കറി തയ്യാറാക്കലാണ് കേട്ടോ. എപ്പോഴും തയ്യാറാക്കുന്നത് പോലെ തന്നെ തേങ്ങ വറുത്തരച്ചിട്ടുള്ള കടലക്കറിയല്ല, കുറച്ച് കടല അങ്ങോട്ട് മിക്സിയിൽ ജാറിട്ട് നല്ല പോലെ പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുള്ള നല്ല കിടിലൊരു കടലക്കറിയാണ്. എപ്പോഴും രാവിലെ തിരക്ക് പിടിച്ച പണിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സവാളയും തക്കാളിയും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ പൊന്നൂസിന് സ്കൂളിലോട്ടും ഇതേ പുട്ടും കടലും തന്നെ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പണി എളുപ്പമായിട്ടോ. അങ്ങനെ കടലക്കറിയൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാ മസാലക്കൂട്ടുകളും നല്ല പോലെ വറുത്തെടുത്തിട്ടുള്ള നല്ല കിഡിലൻ ഒരു മസാലക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, നല്ല കിഡിലൻ ഒരു സ്മെല്ല് വരുന്നുണ്ട്. അങ്ങനെ എളുപ്പത്തിൽ തന്നെ വേഗം കുറച്ച് പുട്ടും കടലയും അതുപോലെ തന്നെ കുറച്ച് മുട്ട കൂടി പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല ചൂട് പുട്ടാണ് കേട്ടോ. നല്ല ചൂട് പുട്ടിൻ്റെ മുകളിലോട്ട് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കടലക്കറിയും മധുരക്കിഴങ്ങും മുട്ട പുഴുങ്ങിയതും കൂട്ടത്തിലൊരു പപ്പടവും. അപ്പോൾ രാവിലെ നല്ല ചൂട് കട്ടൻ്റെ ഒപ്പം ഇതൊക്കെ കുഴച്ചുരുട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.